ജീവിതത്തിൻ്റെ ദുർബല നിമിഷങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് നമുക്കൊക്കെ മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ എല്ലാ ഉദ്ദേശങ്ങളും അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ സന്തോഷത്തിലും റാഹത്തിലുമാക്കി അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ഈ മഹത്തായ മജ്ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട പലവിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദര സഹോദരിമാർ, അള്ളാഹുവെ അവർക്കൊക്കെ പരിപൂർണമായ ശിഫയും സലാമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. എന്തു തന്നെ രോഗമാണെങ്കിലും അള്ളാഹുവെ അവരുടെ ശരീരത്തിലുള്ള ആഫിയത്തിനെ ദീർഘകാലം അവരിൽ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ഏത് തന്നെ ചികിത്സകളാണോ അവരൊക്കെ നിർവഹിക്കുന്നത്, ആ ചികിത്സകൾ കൊണ്ട് ഏറ്റവും ഫലവത്തായ രീതിയിൽ അല്ലാഹുവേ അവർക്ക് ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. വളരെ പുണ്യമാക്കപ്പെട്ട റമളാനിൻ്റെ അനുഗ്രഹീതമായ ഒരു രാവിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടു തന്നെയാണ് ഇങ്ങനെ ഒരു മജ്ലിസിൽ പ്രവാസ ലോകത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റമളാനിൽ ഇങ്ങനത്തെ ഒരു രാവ് പലപ്പോഴും നമുക്കൊക്കെ ആസ്വദിക്കാൻ കഴിയാറുള്ളത് നമ്മുടെ നാടുകളിൽ വെച്ചുകൊണ്ടാണ്. വളരെ വിശാലമായ, അതല്ലെങ്കിൽ ഇനിയുള്ള 28 ദിവസം 27 ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പാഥേയങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് സാധ്യമാവണം നമ്മുടെ പ്രവർത്തകർക്ക് എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനത്തെ ഒരു മജ്ലിസ് ഇന്നേ ദിവസം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മജ്ലിസുമായി സഹായിച്ച ഇത്രയും ആളുകളെ ഇവിടെ എത്തിച്ചേർക്കാൻ അധ്വാനിച്ച ഓരോ പ്രവർത്തകർക്കും അല്ലാഹു ഇരുവീട്ടിലും ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്യാമ്പിൻ്റെ ഭാഗമായി കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. KDMF ഉയർത്തിപ്പിടിക്കുന്ന ത്രൈമാസ ക്യാമ്പയിൻ സുഹബത്ത് എന്ന നാമധേയത്തിൽ ബഹുമുഖമായ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അൽഹംദുലില്ലാഹ് ഇന്നേ ദിവസം സുബ്ഹാനോടുള്ള സുഹബത്ത് എന്നൊരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ പടച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകൈക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധം ഏറ്റവും കൂടുതൽ ദൃഢമാക്കാനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് പരിശുദ്ധമായ റമളാനിൻ്റെ ഓരോ രാവും പകലും. ആ രീതിയിൽ റമളാനിനെ ആസ്വദിക്കുവാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തഖ്വയാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും മർമ്മമായ ലക്ഷ്യമെന്ന് നമുക്കൊക്കെ അറിയാം. തഖ്വ എന്ന് പറഞ്ഞാൽ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഓരോ അടിമയും അവൻ്റെ ഉടമയായ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൻ്റെ പേരാണ് തഖ്വ. അപ്പം ഞാൻ എത്ര തഖ്വയുള്ളവനാണ്, മുത്തഖിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുകയും നമ്മെക്കുറിച്ച് ആലോചിക്കുകയും ആ ബന്ധത്തെ എത്ര കണ്ട് ഊഷ്മളമാക്കാൻ കഴിയുമോ അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമളാനിൻ്റെ ഓരോ പകലും രാവും. നമ്മുടെ അടക്കവും അനക്കവും ഉറക്കവും ഇടപാടുകളും സംസാരവും വിശ്രമവും ഇരുത്തവും നൃത്തവും യാത്രയും എല്ലാം ആ രീതിയിൽ ആക്കുമ്പോഴാണ് നമ്മൾ മുത്തഖിയായി മാറുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ നമ്മൾ അടുത്തറിയാനുള്ള ഏറ്റവും വലിയ അവസരമാണ് റമളാൻ. പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഖുർആനിൻ്റെ മാസമാണ് റമളാൻ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയതിന് ശേഷം അൽ-ബഖറയിൽ അള്ളാഹു ഷഹ്റു റമളാനിനെ കുറിച്ച് പറഞ്ഞിങ്ങനെ വിശദീകരിച്ചതിന് ശേഷം രണ്ടാമത് പറഞ്ഞത് അള്ളാഹുവുമായിട്ടുള്ള ഹൃദയബന്ധം നന്നാക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് എന്നാണ്.
ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നബിയെ, വഇദാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, എന്നെക്കുറിച്ച് എൻ്റെ അടിമ ചോദിക്കുകയാണെങ്കിൽ ഫഇന്നീ ഖരീബു ഉജീബു ദഅവത ദാഇ, ഞാൻ അടുത്തു നിൽക്കുന്നുണ്ട്. ചോദിക്കേണ്ട ആവശ്യമേ ഉള്ളൂ, ആ ചോദിക്കുന്നവന് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു റമളാൻ മാസത്തെ വിശദീകരിച്ച തൊട്ടുശേഷമുള്ള ആയത്ത് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബകങ്ങളെ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് പരിശുദ്ധമായ റമളാൻ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്ത് കടന്നുപോയ മുഴുവൻ അമ്പിയാക്കളും മുഴുവൻ ഔലിയാക്കളും ആരിഫീങ്ങളും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും അവർ ഉന്നതിയുടെ ഉന്നത ശ്രേണികളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള അവരുടെ ബന്ധം നന്നാക്കിയതിൻ്റെ പേരിലാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഏറ്റവും മഹാന്മാരാണ് അവിടുത്തെ സ്വഹാബത്ത്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത്. ആ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒന്നാം നമ്പറായിരുന്നല്ലോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഖുർആൻ പരിചയപ്പെടുത്തിയത് ഗാർ സൗറിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ യാത്ര ചെയ്തപ്പോൾ നടത്തിയ ആ പ്രത്യേകമായ സംഭവത്തെ വിശദീകരിക്കുന്നിടത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയുള്ള സംഭാഷണത്തിൽ പറയുന്നു, നമ്മൾ ഇവിടെ രണ്ടുപേരാണെങ്കിൽ ഈ ഗുഹയിൽ നമ്മൾ രണ്ടുപേരാണെങ്കിൽ മൂന്നാമത് നമ്മുടെ കൂടെ സഹായത്തിന് അല്ലാഹു എന്ന് പറയുന്ന നമ്മെ നിയന്ത്രിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നാഥനുണ്ട് എന്നുള്ള ആശ്വാസമാണ്. അള്ളാഹുവിനോടുള്ള സുബ്ഹാനോടുള്ള സുഹബത്താണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഇടയ്ക്കിടെ ഖുർആനിൽ അള്ളാഹു അവൻ്റെ അമ്പിയാക്കന്മാരെ പരിചയപ്പെടുക്കുന്നിടത്ത് പലപ്പോഴും അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ മുന്നിൽ വരമേൽപ്പിച്ച രംഗങ്ങളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അള്ളാഹുവിനോടുള്ള സുഹബത്തിനെ കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞത്. ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും. ഹാറൂൻ നബി മൂസാ നബി അള്ളാഹുവിനോട് പറയുകയാണ്, ഫറോവയോട് ഏറ്റുമുട്ടാൻ എനിക്കൊരു സഹായിയെ വേണം, ഒരു പങ്കാളിയെ വേണം, ഒരു സഹപ്രവർത്തകനെ വേണം. അങ്ങനെയാണ് മൂസാ നബിൻ്റെ കൂടെ അള്ളാഹു ഹാറൂൻ നബിയെയും പ്രവാചകനായി പറഞ്ഞേക്കുന്നത്. എന്നിട്ട് രണ്ടുപേരും ഫറോവയോട് പ്രബോധനം നടത്തുകയായിരുന്നു. ആ പ്രബോധനം നടത്തുന്നതിൻ്റെ ഇടയിൽ ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നനീ മഅകുമാ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും ആ ചിന്തയിൽ കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ടതില്ല എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ നബിയോടും അള്ളാഹു കൽപ്പിക്കുകയായിരുന്നു. ഈ അമ്പിയാക്കളെയൊക്കെ പ്രബോധന വീതിയിൽ അവർക്ക് എപ്പോഴും മുന്നോട്ട് ചലിപ്പിച്ചിരുന്നത് അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ചിന്തയായിരുന്നു. അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഉന്നതമായ ശ്രേണിയാണ്, പദവിയാണ്. എന്നാൽ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള സുഹബത്ത് നേടിയെടുക്കാൻ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ട ചില നന്മകളെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ഖുർആനിൽ അള്ളാഹുവിൻ്റെ മഅയ്യത്ത് എപ്പോഴും കിട്ടുന്ന ആളുകൾ ഒന്ന് മുത്തഖിയാണ്, രണ്ട് ഇഹ്സാനുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മഅയ്യത്ത് എപ്പോഴും ഉണ്ടാവും. അള്ളാഹു നമ്മളെയൊക്കെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മയൊക്കെ മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ.
മുഹ്സിൻ എന്ന് പറഞ്ഞാലും മുത്തഖി എന്ന് പറഞ്ഞാലും എല്ലാം പരസ്പരം പൂരകങ്ങളായ പര്യായ പദങ്ങളാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞു, ഒരു അടിമക്ക് അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ പേരാണ് തഖ്വ. അള്ളാഹുവിനോട് നല്ല ബന്ധാണോ അവനാണ് യഥാർത്ഥ മുത്തഖി. അള്ളാഹുവിനോട് ബന്ധം കുറവാണോ, നമ്മുടെ മുത്തഖിയുടെ കാറ്റഗറിയിൽ നമ്മൾ അല്പം താഴെയായിരിക്കും. പരിശുദ്ധമായ റമളാന്റെ ഏറ്റവും വലിയ സവിശേഷത സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു വെക്കുമെന്നാണ്, നരകത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു കൊട്ടിയെടുക്കുമെന്നാണ്. വയാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അഖ്സിർ. പരിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് കടന്നു വരിൻ, തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ജീവിതത്തിൽ അതെല്ലാം കുറച്ചുകൊണ്ട് അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നന്മയിലേക്ക് കടന്നു വരിൻ എന്ന് ഓരോ ദിവസവും മലക്കുകൾ മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഴിയത്തിലേക്ക് ചേരാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽ മുആമലതു മഅല്ലാഹി മബ്നിയത്തുൻ അലദ്ദവാം. നമ്മളൊന്ന് സ്വന്തമായി ഇരുന്നു കൊണ്ട് ചിന്തിക്കുക, എൻ്റെ പടച്ചവൻ എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ പടച്ചവന് ഞാൻ അടുത്തു മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് റബ്ബ് സുബ്ഹാനഹു വ തആല? ഈ കാണുന്ന അണ്ടകടാഹങ്ങളെ പടച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു, ഈ കാണുന്ന ആകാശത്തെ, തൂണില്ലാതെ ആകാശത്തെ ഇത്രമേൽ ഭദ്രമായി അല്ലാഹു സംവിധാനിച്ച ഒരു നായകൻ ഈ ലോകത്തിലുണ്ടല്ലോ. ഒന്ന് സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ്, ഇപ്പോൾ നമ്മൾ റമളാനാണ്, റമളാനിൽ നമ്മളെല്ലാവരും നമ്മൾ തഹജ്ജുദിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്ര സമയമുണ്ട്. അത്താഴത്തിന് എല്ലാവരും എഴുന്നേൽക്കും. ഒരല്പനേരം തഹജ്ജുദ് 2 റക്അത്ത് ഏറ്റവും ചുരുങ്ങിയത് നിസ്കരിച്ച് സ്വന്തമായി അള്ളാഹുവിനോട് ഒന്ന് സംസാരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻദകറനി ഫീ നഫ്സി, ഒരു അടിമ എന്നെ സ്വന്തമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അവൻ്റെ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് എന്നെ ഓർത്തു കഴിഞ്ഞാൽ ദകർതുഹു ഫീ നഫ്സി, ഞാൻ സ്വയം അവനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ സമീപനം, അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിൻ്റെ ബന്ധം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അള്ളാഹുവിന് തിരിച്ചിങ്ങോട്ടുണ്ടാവുക. വഇദാ ദകർതുഹു ഫീ മലഇൻ, ഒരു സദസ്സിലിരുന്നു കൊണ്ട്, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലിരുന്നു കൊണ്ട്, ഒരു ദിക്റിൻ്റെ മജ്ലിസിലിരുന്നു കൊണ്ട്, ഒരു പള്ളിയിലിരിക്കുന്ന കൂട്ട ദുആഇൻ്റെ സദസ്സിലിരുന്നു കൊണ്ട്, വഇൻ ദകറനി ഫീ മലഇൻ, ആൾക്കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് അവനെ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ദകർതുഹു ഫീ മലഇൻ അഅ്ലാമിൻ, അവൻ എത്രമേൽ മഹത്തരമായൊരു മജ്ലിസാണ്. ആയിരക്കണക്കിന്, നൂറുകണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ സമ്മേളിക്കുന്ന സമ്മേളനങ്ങളിൽ, ദുആ മജ്ലിസുകളിൽ പോയിരുന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ദകർതുഹു ഫീ മലഇൻ അഅ്ലാമിൻ, ഈ കണ്ട് കാണപ്പെട്ട ലോകത്തുള്ള എല്ലാ സദസ്സുകളെക്കാളും ഏറ്റവും പ്രബുദ്ധരായ, ഏറ്റവും സൂക്ഷ്മജ്ഞാനുക്കളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഈ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന, എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, എന്നോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അടിമയെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതായി എന്ന് പറഞ്ഞാൽ നിരന്തരമായി നമ്മുടെ ഖൽബിനെ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് എന്നും ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു വിഭാഗം ആളുകൾ മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്,
എവിടെങ്കിലും മൂലയിരുന്ന് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഫൈന്ന സ്വാബഹു ഖൈർ, ജീവിതത്തിൽ അവൻക്കൊരു നന്മ ലഭിച്ചാൽ, ഒരു ഗുണം ലഭിച്ചാൽ, ഒരു സൗഭാഗ്യം ലഭിച്ചാൽ, ഇത്മഅന്നബി, ഞാനും എൻ്റെ കെട്ടിയോളും എന്നുള്ള രീതിയിൽ ഒതുങ്ങിയിരുന്ന് അതിങ്ങനെ സുഖിച്ച് ഇങ്ങനെ ജീവിക്കും. അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയൊന്നും ഉണ്ടാവില്ല. അവർ കിട്ടിയ അനുഗ്രഹത്തിൽ ഇങ്ങനെ അഭിരമിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടും. അവൻക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവൻ മുഖം കുത്തി അങ്ങോട്ട് വീഴും. കരച്ചിലാണ്. അവനെപ്പോഴും വേവലാതിയാണ്, അവലാതിയാണ്, പരാതിയാണ്, ആളുകളോട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ഖസിറദ്ദുന്യാ വൽആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അവർക്ക് ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ബന്ധം ഏറ്റവും നന്നാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അലദ്ദവാം, സദാസമയവും ഒരേ മനസ്സായിരിക്കണം. അള്ളാഹുവിനോട് കാണിക്കേണ്ടത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹുബ്ബിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന പാലം. അതുകൊണ്ടാണല്ലോ അല്ലാഹ് പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ലഭിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, അള്ളാഹിൻ്റെ മഹബ്ബത്ത് കിട്ടുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബായി ചെയ്യുന്നതിലൂടെയാണ്. നബിതങ്ങളില്ലാതെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളാണ് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ളൊരു വസീല. അല്ലാതെ അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. നമ്മൾ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല. അള്ളാഹുവിന് 20 നിർബന്ധമായ സിഫത്തുകളുണ്ട്. അള്ളാഹുവിന് 20 മുസ്തഹീലായ സിഫത്തുണ്ട്. അള്ളാഹു നേരത്തെ ഉള്ളവനാണ്. അള്ളാഹുവിന് ജന്മമില്ല, അള്ളാഹുവിന് മരണമില്ല. നമ്മുടെ കൽബങ്ങളുടെ സങ്കല്പങ്ങളിലൂടെ അള്ളാഹുവിനൊരു രൂപരേഖ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും ലോകത്തെ അടുക്കി ഭരിക്കുന്നവരുമാണ്. സൃഷ്ടികളിലുള്ള ഏതെങ്കിലും സ്വഭാവ വിശേഷണം അള്ളാഹുവിന് ഇല്ലേ ഇല്ല. മുഖാലിഫുല്ലിൽ ഹവാദിസ്, ലോകത്ത് അള്ളയല്ലാതെ ഉണ്ടായ എല്ലാ വസ്തുവിൻ്റെ സ്വഭാവങ്ങളും രൂപങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു നേർവിപരീതമാണ്. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. അങ്ങനത്തെ ഒരു അദൃശ്യ ശക്തിയെയാണ് നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് എന്ന് പറയുന്ന ആ ശക്തിയിലേക്ക് എത്തിപ്പെടാൻ ഒരേ ഒരു മാർഗം, അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, അഹിബ്ബുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത് ലിമാ യഗ്ദൂകും ബിഹി. നമ്മൾ ഓരോരുത്തരും ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. അവിടുന്ന് നമ്മളെല്ലാം പിറന്നു വീണു. ആ പിറന്നു വീണ സമയം മുതൽക്ക് ഈ സമയം വരെ ഒരു നേരത്തെ ഭക്ഷണം പോലും മുടങ്ങാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് തന്നെ മതി നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ. അഹിബ്ബുല്ലാഹ ലിമാ യഗ്ദൂകും ബിഹി. അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകിയില്ലേ, ആ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അള്ളാഹുവിനെ നിങ്ങൾ മഹബ്ബത്ത് വെക്കാൻ. വഹിബ്ബൂ ലിഹുബ്ബില്ലാഹി ഇയ്യാഹ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി പറയാൻ, എന്നെ അള്ളാഹു ഏറ്റവും വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ കേവലമുള്ള സ്നേഹമാണ്. ഹുബ്ബ് അങ്ങ് അധികരിച്ച് ഹുബ്ബിൽ അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഇഷ്ഖ് എന്ന് പറയുന്നത്. ഹുബ്ബ് എന്നുള്ളതിൻ്റെ ഏറ്റവും പാരമ്യതയിലെത്തുമ്പോഴുള്ള പേരാണെന്ത്? ഇഷ്ഖ് മജ്ലിസ്, അല്ലെങ്കിൽ ഹുബ്ബ് മജ്ലിസ് എന്ന് വെച്ചാൽ പോരെ. എന്ത് ഇഷ്ഖ് മജ്ലിസ് എന്ന് വെച്ചത്? ആ നബിയെ മുഴുവനായിട്ട് ഇങ്ങോട്ട് ഉൾക്കൊണ്ട്
നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുക്കാനുള്ള അവസരമാണ് KDMF ഓരോ മാസവും നടത്തുന്നത്. അതിൽ നിങ്ങളൊക്കെ പങ്കാളികളാവണം. കാരണം ഇഷ്ക് ഇങ്ങനെ കയറണമെങ്കിൽ ഹബ്ബ് ഇങ്ങനെ കയറി കുറേ അങ്ങോട്ട് എത്തുമ്പോഴാണ് അത് ഇഷ്കായി മാറുന്നത്. അപ്പോഴേ അള്ളാഹുവിലേക്ക് നമുക്ക് ലയിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ പോലത്തെ വെറുപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബുഗ്ള് എന്നാണ് വെറുപ്പ് എന്ന് പറയാം, അല്ല സുഹ്ത് എന്ന് പറയും. സുഹ്ത് എന്ന് പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സുഹ്തിക വന്നാർ. റിള എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. സുഹ്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപമാണ്. അള്ളാഹുവേ, നിന്റെ തൃപ്തിയും നിന്റെ സ്വർഗവും ഞങ്ങൾക്ക് തരണേ എന്ന് എല്ലാ ദിവസവും ഹദ്ദാദിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക എന്നുള്ളത് അത് തൗഫീഖുള്ളവർക്കാണ് ലഭിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അള്ളാഹുവിൻ്റെ ദേഷ്യം, ആ ദേഷ്യം കഠോരമാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് മഖത്ത് എന്നാണ് പറയുക. ഹബ്ബിന് ഏറ്റവും തീവ്രത കൂടുമ്പോൾ ഇഷ്ക് എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് മഖത്ത് എന്ന് പറയുന്നത്. നബിയെ, അങ്ങേ വല്ലാതെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ ആ പാവപ്പെട്ട സ്വഹാബിയോട് നബി തങ്ങൾ പറയുകയാണ്, ഇസ്തഅദ്ദലിൽ ഫഖ്രി. അള്ളാഹനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നീ ദാരിദ്ര്യത്തിന് വേണ്ടി തയ്യാറായിക്കോ എന്ന് പറഞ്ഞു. പാവപ്പെട്ട ആളുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ്. മറ്റൊരു സഹാബി വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബുല്ലാഹ തആല. അള്ളാഹുവേ, അള്ളാഹുവിനോട് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, ഇസ്തഇദ്ദ ലിൽ ബലാ. ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല പരീക്ഷണം ഉണ്ടാവും. ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുന്ന ആളുകൾ ആരിഷ്ടപ്പെട്ടവരാണ്? അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ്. അശദ്ദുന്നാസി ബലാഅൻ യൗമൽ ഖിയാമ അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ അംബിയാക്കളാണ്. എല്ലാ അംബിയാക്കൾക്കും പരീക്ഷണം ഉണ്ടായിരിക്കുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ പരീക്ഷണങ്ങൾ തുടങ്ങി. നബി തങ്ങൾ ജനിച്ച ഉടനെ മാതാവിനെ നഷ്ടപ്പെട്ടു, കൂട്ടുകുടുംബങ്ങളെ നഷ്ടപ്പെട്ടു, നാട്ടുകാർ മുഴുവനും എതിരായി. 40 വർഷം പ്രബോധനം 40 വയസ്സ് പൂർത്തിയാക്കുന്നത് വരെ കഷ്ടപ്പാടുകളിലൂടെയായിരുന്ന ജീവിതം. പിന്നെയും പ്രയാസം. അങ്ങനെ 1,24,000-ഓളം അംബിയാ മുർസലീങ്ങളെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാ അംബിയാക്കളും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അതുകൊണ്ട് അംബിയാക്കൾ മുഴുവനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഫഖാല ഇസ്തഇദ്ദ ലിൽ ബലാ. അള്ളാഹുവിൻ്റെ പരീക്ഷണം നൽകപ്പെട്ടവരൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ നമ്മുടെ ബന്ധത്തിലുണ്ട്, കൂട്ടുകുടുംബങ്ങളിൽ വേണ്ടപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സിദ്ദീഖിൻ്റെ സഹോദരൻ, നമ്മുടെ വർക്കിംഗ് സെക്രട്ടറി ആയിരുന്നു, ഏകദേശം മാസങ്ങളോളമായി സിദ്ദീഖ് ഇടത്തിൽ നാട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ചികിത്സ ആവശ്യം പോയതാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഇന്ന് മജ്ലിസിൽ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവേ, ആ സഹോദരന് പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. എന്ത് തന്നെ പ്രയാസമാണെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സഹോദരനാണ് എന്നതുകൊണ്ടാണല്ലോ അള്ളാഹുവേ നീ ആ സഹോദരനെ രോഗം കൊണ്ട് പരീക്ഷിച്ചത്. പഠിച്ചവനെ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. ക്ഷമ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആ സഹോദരൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് വണ്ണമായ പ്രതിഫലം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ നോക്കുകയാണ്. ആരാ മുസ്അബ്? മദീനയിൽ മക്കയിൽ ഏറ്റവും വലിയ പ്രൗഢിയോടുകൂടി പ്രമാണിയായി സമ്പന്നനായി ജീവിതം കഴിഞ്ഞുകൂട്ടിയൊരു സഹാബിയാണ്. പക്ഷേ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട സമയം ഒന്നായിരുന്നു.
പരിശുദ്ധമായ ദീനിന്റെ ശാശ്വത തീരത്തിലേക്ക് കടന്നു വന്നപ്പോ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയ മുസ്അബ് റളിയല്ലാഹു അൻഹു വഅലൈഹി ഇഹാബു കബ്ശിൻ, ഒരു നേരത്തെ വസ്ത്രം ധരിക്കാനുള്ള ശരിയായ ഒരു വസ്ത്രം പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. വഅലൈഹി ഇഹാബും മിൻ കബശ്, ഒരു ആട്ടിൻ തോലണിഞ്ഞുകൊണ്ടാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇൻദുറു ഇലാ ഹാദർ റജുൽ, ഈ മനുഷ്യനെ നിങ്ങളൊന്ന് നോക്കി, അല്ലദീ നവ്വറല്ലാഹു ഖൽബാ, ഈ മനുഷ്യന്റെ കൽബിനെ അല്ലാഹു പ്രകാശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ സാധാരണക്കാരായി ജീവിതത്തിലേറെ പ്രയാസം അനുഭവിക്കുന്ന, പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്ന ആളുകളെ കാണാം. പക്ഷെ അവരുടെ കൽബ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കൊണ്ട് അള്ളാഹു പ്രകാശിപ്പിച്ചവരായിരിക്കും. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉൻദുറു ഇലാ ഹാദർ റജുലില്ലദീ നവ്വറല്ലാഹു ഖൽബാ, അള്ളാഹു കൽബ് പ്രകാശിപ്പിച്ച മുസ്അബിനെ നിങ്ങളൊന്ന് നോക്കി. ലഖദ് റഅയ്തുഹു ബൈന അബവൈഹി യഹുദ്ദവാനിഹി ബിഅത്യബി ത്വആമി വശറാബ്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഏറ്റവും സുന്ദരമായ സുഭിക്ഷമായ ഭക്ഷണം നൽകുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഫദഅഹു ഹുബ്ബുല്ലാഹി വറസൂലിഹി ഇലാ മാ തറൂൻ, ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല മുന്തിയ വസ്ത്രം, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും മുന്തിയ ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കഴിക്കുന്ന മുസ്അബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ തെരഞ്ഞെടുത്തപ്പോ, അള്ളാഹുവിലേക്ക് സുഹബത്തിനെ നന്നാക്കിയപ്പോ മുസ്അബിനെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ മുസ്അബിനെ കാണുന്നു, ഖദ് നവ്വറല്ലാഹു ഖൽബാ, ആ മുസ്അബിന്റെ കൽബിനെ അള്ളാഹു പ്രകാശിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബാ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് നമ്മളാരും മനസ്സുകൊണ്ട് തകർന്നു പോവാൻ പാടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണങ്ങളാണ് ഓരോ പരീക്ഷണങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അടുത്തറിയാൻ നമ്മൾക്കുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് പരിശുദ്ധമായ റമളാനിൻ്റെ ഓരോ സമയവും. അതിന് വേണ്ടത്ര നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തുറന്നു വന്നിരിക്കുകയാണ്. ആകാശഭൂമികൾ കണക്കെ തൗബയെ സ്വീകരിക്കാൻ രാവും പകലും, വൈകുന്നേരവും രാവിലെയും, പ്രദോഷത്തിലും പ്രഭാതത്തിലും അള്ളാഹു കൈനീട്ടിയിരിക്കുകയാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ, രാത്രിയിൽ അള്ളാഹു കൈനീട്ടിയിരിക്കുന്നത് പകലിൽ കുന്നുകൂട്ടിയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാതിരാത്രിൻ്റെ ഇരുളുകളിൽ ഏതെങ്കിലും അടിമ ഒരു നേരം കൈയുയർത്തി കണ്ണുനീര് ചാലിട്ടൊഴുക്കി അള്ളാഹുവിൻ്റെ മുന്നിൽ ദുആ ചെയ്യുന്നുണ്ടോ എന്ന് കാത്തിരിക്കുകയാണ് റമളാനിൻ്റെ ഓരോ പകലുകളിലും രാവുകളിലും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസങ്ങളിലും ഹത്താ യത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന സമയം വരേക്കും അള്ളാഹു ഈ നടപടി തുറന്നുകൊണ്ടിരിക്കുന്ന. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്തുണ്ട്, അള്ളാഹുവിൻ്റെ രീതിയുണ്ട്, അള്ളാഹുവിൻ്റെ റൂട്ടൈൻ ഉണ്ട്. ആ റൂട്ടൈൻ, അള്ളാഹു ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടൈൻ, തെറ്റ് ചെയ്ത അടിമകളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് രാവും പകലും ഭേദമന്യേ അള്ളാഹു കാത്തിരിക്കുമെന്നാണ്. അറിയാതെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ കേവലം വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. ഒന്നുകിൽ 3 ഷർത്തുകൾ വേണം, അല്ലെങ്കിൽ 4 ഷർത്തുകൾ വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവെ ചെയ്തു പോയ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് ഖേദിക്കുക. പടച്ചോനെ സംഭവിച്ചു പോയി, ഇനി സംഭവിക്കുകയില്ല എന്ന് രണ്ടാമത് ശപഥം ചെയ്യുക, സത്യം ചെയ്യുക. പിന്നെ അതിലേക്ക് മടങ്ങിപ്പോവാൻ പാടില്ല. പക്ഷേ മനുഷ്യ സഹജമാണ്, വീണ്ടും തെറ്റുകൾ വന്നുകൊണ്ടിരിക്കും. അതിനല്ലേ അള്ളാഹു തുറന്നു വെച്ചത് ഈ കവാടങ്ങളെ. എത്ര തന്നെ തെറ്റ് ചെയ്താലും അള്ളാഹു എത്രമേൽ നമ്മോട് കാണിക്കുന്ന സ്നേഹം, അനുകമ്പ.
അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ കാണാൻ കഴിയണം. അള്ളാഹുവിനെ അറിഞ്ഞാൽ, അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നാൽ, അള്ളാഹുവിനെ അടുത്തറിഞ്ഞാൽ മനുഷ്യന് മറ്റൊന്നും ഒരു പ്രശ്നമേ അല്ല. അൽ മുഅ്മിനു ഇദാ അറഫ റബ്ബഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ അങ്ങനെ അറിഞ്ഞാൽ, അനുഭവിച്ചാൽ, അഹബ്ബഹു, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഖൽബിൽ ഇങ്ങനെ കയറും. വഇദാ അഹബ്ബ ഇലൈഹി, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൂടിക്കഴിഞ്ഞാൽ അഖ്ബല ഇലൈഹി, പിന്നെ അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലും. വഇദാ വജദ ഹലാവത്തൽ ഇഖ്ബാൽ, അള്ളാഹുവിലേക്ക് അങ്ങ് മുന്നിട്ട് ഇറങ്ങുന്നതിൻ്റെ രസം അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ലം യൻദുർ ഇല ദുനിയാ ബിഐനി ശഹ്വ, വികാരത്തിൻ്റെ കണ്ണുകൊണ്ട് ദുനിയാവിലേക്ക് മനുഷ്യൻ നോക്കൂല. മനുഷ്യൻ എന്തൊക്കെ വികാരങ്ങളുണ്ട്. ഭക്ഷണം ഒരു വികാരമാണ്, പാനീയം ഒരു വികാരമാണ്, ജീവിത പങ്കാളിയുമായുള്ള സഹവർത്തിത്വം ഒരു വികാരമാണ്. ഈ വികാരമൊന്നും അള്ളാഹുലേക്ക് ലയിച്ചാൽ ഉണ്ടായിത്തീരുകയില്ല. അതൊക്കെ നേരിട്ട് തിരിഞ്ഞു പോകും. ലം യൻദുർ ഇല ദുനിയാ ബിഐനി ശഹ്വ, ദുനിയാവിലേക്ക് അവൻ നോക്കൂല. എന്നാൽ ആഖിറത്തിലേക്ക് നോക്കുക, സ്വർഗം കിട്ടണ്ടേ? എന്നാൽ സ്വർഗത്തിലേക്കും അള്ളാഹു ഉള്ളിൽ കയറിയ ആളുകൾ സ്വർഗത്തിലേക്ക് നോക്കൂല എന്ന്. വലം യൻദുർ ഇലൽ ആഖിറതി ബിഐനിൽ ഫതറ, കാലം പ്രതീക്ഷിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് നടന്നു നീങ്ങണമെന്നും സ്വർഗം കിട്ടണമെന്നും അള്ളാഹുവിൽ ലയിച്ച ഒരടിമയും ആഗ്രഹിക്കുകയില്ല. വഹിയ തുഹ്സിറു ഫിദ് ദുനിയാ വതുറവ്വിഹു ഫിൽ ആഖിറ, ദുനിയാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻക്ക് എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും അവൻക്ക് ടെൻഷനാണ്, എപ്പോഴും അവൻക്ക് ഖേദമാണ്. ദുനിയാവിലുള്ള ഒരു സൗഖ്യവും അവൻക്ക് സുഖമായി തോന്നുകയില്ല. വതുറവ്വിഹു ഫിൽ ആഖിറ, ആഖിറത്തിനോട് എപ്പോഴും അതിനോടായിരിക്കും താല്പര്യം, ഇഷ്ടം. അവൻക്ക് സൗഖ്യം, റാഹത്ത് കിട്ടുക ഉഖ്റവിയായ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും, അതിൽ എന്തെങ്കിലും ഇടപെടുമ്പോഴായിരിക്കും ഒരാൾക്ക് ആശ്വാസം കിട്ടുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ ഒരു മണിക്കൂർ, ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ 24 മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു? നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ഇടപെടുമ്പോഴും അള്ളാഹുവിന് ഇഷ്ടം വരുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ഉത്സാഹം വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഹുബ്ബ് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടന്നു വരാനുള്ള അള്ളാഹുവിലേക്കുള്ള ലയനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്കൊക്കെ ഉള്ള ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരുന്നു നബിക്കും ഇഷ്ടം. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്, നിങ്ങൾ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന 3 സാധനം എനിക്കും ഇഷ്ടമാണ്. ഒരു കാര്യം എന്തായിരിക്കും? അള്ളാഹിൻ്റെ റസൂലിന് നമുക്കും ഇഷ്ടപ്പെട്ട സാധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത്തീബു, സുഗന്ധമാണ്. സുഗന്ധം എല്ലാവർക്കും ഇഷ്ടമാണ്. രണ്ടാമത്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നിസാഉ, ഒരാണിന് പെണ്ണും പെണ്ണിന് ആണും ഇഷ്ടപ്പെട്ട സംഗീതം തന്നെ. അത് രണ്ടും എനിക്കും ഇഷ്ടമാണ്. നബി തങ്ങൾ പറയാം, അത്തറും ഇത് സുഗന്ധവും എനിക്കിഷ്ടമാണ്, പെണ്ണും എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടത്തിലപ്പുറം എനിക്ക് വല്ലാത്ത ആനന്ദം തോന്നുന്ന, കൺകുളിർമ കിട്ടുന്ന സംഗതി വലാകിൻ ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എനിക്കതൊക്കെ ഇഷ്ടമാണെങ്കിലും പക്ഷേ എനിക്ക് ആനന്ദം, കൺകുളിർമ എന്ന് പറയുന്നത് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ദുന്യവിയായ എന്ത് കാര്യത്തിലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും അതിലപ്പുറം പ്രത്യേകമായ ആനന്ദം ഖുർറത്തുൽ ഐന് കിട്ടണം. അള്ളാഹുമായുള്ള സഹവാസത്തിൻ്റെ ഏറ്റവും പാരമ്യത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സുജൂദ് കിടക്കുമ്പോൾ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഖ്റബുമാ യകൂനുൽ അബ്ദു ഇലല്ലാഹ്, ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം വഹുവ സാജിദ്, അവൻ സുജൂദിൽ കിടന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന സമയത്താണ്. സുജൂദ് എന്ന് പറഞ്ഞതിൻ്റെ സൈക്കോളജി നോക്കി, ശരീരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ, അതല്ലെങ്കിൽ ശരീരത്തിൽ ഏറ്റവും ഉയരമുള്ള, മനുഷ്യൻ പ്രൗഢിയുടെ ചിഹ്നമായ ഒരാളുടെ മുന്നിൽ തല കുനിക്കാതെ തല ഉയർന്നു നിൽക്കുക എന്നുള്ളൊരു അഭിമാനത്തിൻ്റെ ചിഹ്നമാണ്.
ആ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവയവം കണ്ണും മൂക്കും ചെവിയും ബ്രെയിനും നാക്കൊക്കെ ഉള്ള ഈ ശരീരത്തെ അള്ളാഹുവിൻ്റെ മുന്നിൽ ശരീരത്തെ ഉയർന്നു നിൽക്കുന്ന ശരീരഭാഗത്തെ ഭൂമിയിലേക്ക് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിനേക്കാൾ വലിയ വിനയത്തിൻ്റെ, വിധേയത്തിൻ്റെ, കീഴ്പ്പെടലിൻ്റെ മറ്റൊരു രംഗമില്ല. ആ സുജൂദിൽ കിടക്കുമ്പോഴായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ ആനന്ദം ലഭിച്ചിരുന്നത്. ആ ആനന്ദത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെയും നിസ്കാരങ്ങൾ എത്തുമ്പോഴാണ് അള്ളാഹുവിനോട് കൂടിയുള്ള സുഹബത്ത് നമ്മിൽ ശക്തിപ്പെടുന്നത്. നമ്മളൊക്കെ തിരക്ക് പിടിച്ച നിസ്കാരത്തിൻ്റെ ആളുകളാണ്. നമ്മൾ ചെറുപ്പത്തിലേ ശീലിച്ചാണ് തറാവി നിസ്കാരം അതിവേഗതയിൽ നിസ്കരിക്കൽ. കാരണം 20 റക്അത്തും സാവകാശം ഓതിയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം കഴിയുമ്പോഴേക്ക് ആരും സഫുകളിൽ ഉണ്ടാവില്ല. എണ്ണപ്പെട്ട നമ്മുടെ നാടുകളിലെ ചില ഏരിയകളിൽ മാത്രമാണ് 30 ദിവസവും ഹാഫിലിങ്ങളെയൊക്കെ വെച്ച് 20 റക്അത്ത് നിസ്കരിക്കുന്ന രീതിയുള്ളത്. 8 റക്അത്ത് നിസ്കാരത്തിൽ എത്ര ദീർഘിച്ച് പള്ളിയിൽ ഉസ്താദ് ഓതിയാലും പ്രശ്നമില്ല. അത് എത്രയേ ഉള്ളൂ? 8 റക്അത്തേ ഉള്ളൂ. 8 റക്അത്ത് നമുക്ക് ആസ്വദിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നുള്ളത് നമസ്കരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖുർറത്തു ഐനി ഫിസ്സല എന്ന് പറയുന്ന ആ നിസ്കാരവും നമ്മുടെ നിസ്കാരവും തമ്മിൽ എത്ര ബന്ധമുണ്ട് നമുക്ക് ഓർക്കണം. നമ്മൾ നിസ്കരിക്കുന്ന തക്ബീറത്തിൽ ഇഹ്റാം മുതൽ നമ്മൾ അത്തഹിയ്യാത്തിൽ സലാം വീട്ടുന്നവരെയുള്ള നിസ്കാരത്തിൻ്റെ ഓരോ ചലനങ്ങളും നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിച്ച് അർത്ഥമറിഞ്ഞ് നിർവഹിക്കുകയാണെങ്കിൽ അതിലൊരു ആനന്ദം വരാനുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒറ്റക്കിരുന്നു കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ആ 2 റക്അത്തിലുള്ള ദിക്റുകളൊക്കെ പൂർണ്ണമായി നിർവഹിക്കുക. അറിയാവുന്ന സൂറത്തുകളിൽ അല്പം ദീർഘമുള്ള സൂറത്ത് ഓതുക. ആ സൂറത്തിൻ്റെ അർത്ഥമൊന്ന് ചിന്തിക്കുക, അർത്ഥമൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആ അർത്ഥമൊന്ന് ചിന്തിച്ച് സാവകാശം ഒരു 2 റക്അത്ത് നിസ്കാരത്തിൽ അതിങ്ങനെ ഓർക്കുക. അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകും. ആ നിസ്കാരത്തിന് എന്തൊരു ആനന്ദമായിരിക്കും, എന്തൊരു സൗഗന്ധികമായിരിക്കും. ആ നിസ്കാരത്തിൽ എന്തൊരു കൺകുളിർമയായിരിക്കും. കൽബ് ത്രസിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹുവെ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അള്ളാഹുവിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാനും ചില അമലുകളാണ് ഇനി പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് പറഞ്ഞാൽ അദ്വമുഹാ വഇൻ ഖല്ല. നിങ്ങൾ എന്നും ചെയ്യുന്ന സംഗതി അതെത്ര കുറച്ചാണ്. ളുഹാ നിസ്കാരം മാക്സിമം പോയാൽ 8 റക്അത്താണ്. 8 റക്അത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്യാമ്പ് ഇന്ന് കഴിയുന്നതോടുകൂടി ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും ഇന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ലോഞ്ച് ചെയ്യും. ഇൻഷാ അല്ലാഹ് റമളാൻ കഴിയുന്നത് വരേക്കും ഈ ക്യാമ്പിൽപ്പെട്ട ഓരോ അംഗങ്ങളെയും നിരീക്ഷിക്കാൻ ഒരു ലീഡർ ഉണ്ടാവും. KDMFൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽപ്പെട്ട ഒരാൾ ലീഡറായിരിക്കും. ഇനി റമളാൻ്റെ 27 ദിവസവും നിങ്ങളെ ഫോളോ ചെയ്യാൻ ഒരാളുണ്ടാവും. നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ നിത്യവും നിർവഹിക്കേണ്ട ആരാധനാക്രമങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനല്ല, നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം ഒന്ന് ശേഖരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലുള്ള ആപ്പുകളിൽ നിസ്കരിച്ചിട്ടുണ്ടോ. ളുഹർ നിസ്കരിക്കുക, സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം വളരെ ശ്രേഷ്ഠമായ നിസ്കാരമാണ്. സുബഹിന് മുമ്പ് 2 ഉള്ളൂ, ശേഷമില്ല. ളുഹറിൻ്റെ മുമ്പ് 4ഉം ളുഹറിൻ്റെ ശേഷം 4ഉം റവാത്തിബ് നിസ്കാരമുണ്ട്. അസറിൻ്റെ മുമ്പ് 4 റക്അത്തുണ്ട്. മഗ്രിബിൻ്റെ മുമ്പും ശേഷവും ഉണ്ട്. ഇഷായിൻ്റെ മുമ്പും ശേഷവും ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് തന്നെ രേഖപ്പെടുത്താം. ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്താം. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷ ആളുകൾ ചിലപ്പോൾ ഇതൊക്കെ കൃത്യമായി പാലിക്കുന്നവരായേക്കാം. കേവലം ഒരു ദിവസം ഒരു രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞ് നമ്മൾ ഇതിലൊക്കെ കൂടിയിട്ട് പിന്നെ തസ്കിയത്തൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് പോവാ. തസ്കിയത്ത് ക്യാമ്പ് പങ്കെടുത്തുകൊണ്ട് റമദാൻ കൊണ്ട് വിജയിക്കുകയൊന്നുമില്ല. അള്ളാഹു അമ്മയ്ക്ക് വിജയിപ്പിച്ചു തരട്ടെ. ഈ ഇന്നത്തെ തസ്കിയത്ത് ക്യാമ്പിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താൻ ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ ശ്രമിക്കുക. അതിനൊരു എളിയ ശ്രമം
സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അള്ളാഹു നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അദ്വമുഹ, ഏറ്റവും നിത്യമായി നിർവഹിക്കുന്നതാണ്. നിത്യമായി നിർവഹിക്കുന്ന വൈൻ കല്ല, അത് എത്ര ചുരുങ്ങിയതാണെങ്കിലും 100 സ്വലാത്ത്, 100 ഇസ്തിഗ്ഫാർ, 100 സ്വലാത്തെല്ലാം ഒരു ദിവസം എന്തെങ്കിലും പണിയുണ്ടോ? 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഓരോന്നിന് ശേഷം ഒരു 20 സ്വലാത്ത് ഇല്ലാൽ 100 സ്വലാത്താവൂലേ? അങ്ങനെ ഇന്ന് 100 ആണെങ്കിൽ, ഇന്നിപ്പം 100 അല്ല 1000 ചെല്ലുന്നവരാണെങ്കിൽ അത് 2000 ആക്കാൻ വേണ്ടി നോക്കുക. 2000 ചെല്ലുന്നവരാണെങ്കിൽ അത് 5000 ആക്കാൻ നോക്കുക. ഒന്നും ചെയ്തങ്ങനെ ശീലമാക്കാത്തവർക്ക് ഒരു ശീലമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരാൾ 21 ദിവസം നിത്യമായിട്ട് ഒരു കാര്യം ചെയ്യുന്നതാണെങ്കിൽ അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഷെഡ്യൂളായി അത് ഓട്ടോമാറ്റിക് മാറുമെന്നാണ് ആധുനിക ശാസ്ത്രലോകം പോലും മനഃശാസ്ത്രം പോലും പഠിപ്പിക്കുന്നത്. അപ്പോൾ റമദാൻ ഏറ്റവും നല്ല നമ്മുടെ പരിശീലന കളരി നടത്തുവാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ടാസ്കുകൾ നൽകുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് നിങ്ങളിലേക്കൊക്കെ കൈമാറും. അത് പകർത്താൻ ഞാനും നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയോട് പറഞ്ഞില്ല, തകുൻ മിസ്ല ഫുലാൻ, ലാ തകുൻ മിസ്ല ഫുലാൻ. ഉസ്താദ് വന്ന ഉടനെ പറയും കേട്ടോ. ലാ തകുൻ മിസ്ല ഫുലാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന ആളെ പോലെ ആവാൻ പാടില്ല. എങ്ങനെ? കാന യഖൂമുൽ ലൈൽ, കുറച്ച് ദിവസം അവൻ രാത്രി നിസ്കരിക്കുമായിരുന്നു. ഫതറക, പിന്നെ ആ നിസ്കാരം ഒഴിവാക്കി. റമദാനിലൊക്കെ ഉണ്ടായിരുന്നു തഹജ്ജുദൊക്കെ, റമദാൻ കഴിഞ്ഞ് തഹജ്ജുദൊന്നുമില്ല. അങ്ങനത്തെ ഒരാളെ പോലെ നീ ആവാൻ പാടില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമലുകളെ കുറിച്ച് പറഞ്ഞു. കാന അമലുഹു ദീമാ, നബിയുടെ എല്ലാ അമലും എല്ലാ ദിവസവും ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ചെയ്യുന്ന കാര്യമായിരുന്നു എന്നാണ്. അപ്പോൾ അദ്വമായിട്ട് നിർവഹിക്കുന്ന നിസ്കാരം, ഇബാദത്ത്, അദ്കാറുകൾ അത് എത്ര കുറഞ്ഞതാണെങ്കിലും നിത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും ദൃഢമാക്കാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടതാണ്. കുറച്ചാണ് ചെയ്യുന്നെങ്കിലും മുടങ്ങാതെ നിത്യവും ചെയ്യുന്ന അമലുകൾക്കാണ് അള്ളാഹു വലിയ ഇഷ്ടം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പം അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ, നന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് അള്ളാഹു എന്നാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരിക്കാൻ കിടക്കുന്ന ഒരു രോഗി അല്ലെങ്കിൽ വലിയ രോഗമുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പറഞ്ഞാൽ ആ രോഗിക്ക് ആശ്വാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ മാരകമായൊരു അസുഖമാണ്. ആ രോഗിയുടെ അള്ളാഹിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ചിലർ പറയും, എന്താണ് പടച്ചോൻ എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണം നൽകുന്നത്, എനിക്ക് മാത്രം പരീക്ഷണം, വേറെ ആർക്കും അങ്ങനെ പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തുകൂടായിരുന്നോ? അള്ളാഹിനെ കുറിച്ചുള്ള ഹുസ്നുൽ തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയാണ്, ഏറ്റവും അപകടകരമായ അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എപ്പോഴും അള്ളാഹ് എന്ന് പറയുന്നൊരു ചിന്ത, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അള്ളാഹുവിൻ്റെ ദിക്ർ, ഇബാദത്ത് അള്ളാഹുവിനുള്ളതാണ്, കർമ്മങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. എല്ലാ കർമ്മങ്ങളും ഇബാദത്താക്കാൻ കഴിയല്ലോ. ആ രീതിയിൽ അള്ളാഹു എന്നുള്ള ചിന്തയിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഷെഡ്യൂളുകൾ തെറ്റിപ്പോവാൻ പാടില്ല. ബഹുമാനപ്പെട്ട കേരളം കണ്ട പ്രഗത്ഭനായ ഒരു സൂഫി വര്യനാണ് മഹാനായ ഇടുക്കി ജില്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കമ്മു സൂഫി എന്ന് പറയുന്നത് പലയിടത്തും ഉണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു വഹദത്തുമാല എന്ന് പറയുന്ന കവിത ഉണ്ട്. പലപ്പോഴും നമ്മളൊക്കെ സാലിം ഫൈസിയിലൂടെയൊക്കെ പലപ്പോഴും കേട്ടതാണ്. അള്ളാഹുവിലേക്ക് നമ്മളെങ്ങനെ അടുപ്പിക്കുന്ന പച്ച മലയാളത്തിൽ എഴുതിയ ഒരു മാലയാണ്. ഒരു 2 വരി പാടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലയെ മാത്രം കൊള്ളടോ, മറ്റേതെല്ലതും റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹു. എള്ളിലെണ്ണ പോൽ കള്ളിൽ ലഹരി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റെവിടെയും തെണ്ടി നേരം കൊല്ലണ്ടടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കേണ്ടടോ. ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുൽ ഹുവല്ലാഹു അഹദ് സമദവൻ ഫർള് ലം യലിദ് ഹദവൻ. ഖുൽ ഹുവല്ലാഹു അഹദ് സമദവൻ ഫർള് ലം യലിദ് ഹദവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. കള്ളു ഷാപ്പിൽ നീ കേറിടാത്തതു സ്വർഗ കള്ളിനു കൊതിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നീനച്ചിട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വിഡ്ഢികളുടെ സ്വർഗ സൗഖ്യങ്ങൾ പുല്ലുപോലെ നീ തള്ളടോ. കള്ളു ഷാപ്പല്ല വേശ്യത്തോപ്പല്ല സ്വർഗമല്ല എന്നോർക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുബ്ബ് കൊണ്ട് നീ റബ്ബിൻ വിലയം കൊണ്ടെങ്കിൽ ജന്മം വലിച്ചടോ. ഹുബ്ബില്ലാതെ നീ രണ്ടു ലോകം തുലച്ചു കളയുന്നതെന്തടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ഔലിയാക്കൾക്ക് പേടിയില്ലെന്ന സൂക്തം ഖുർആനിലില്ലടോ. ഹുബ്ബു തന്നെയാണ് അവർക്ക് പേടിയും ഹുബ്ബും രണ്ടല്ല ഒന്നടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. അപ്പോൾ ഇതാണ് അള്ളാഹു. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മുടെ ഈ സദസ്സർ നിമിത്തമാക്കി തരട്ടെ. നാവ് കൊണ്ട് മുസ്ലിം ആവുകയും കൽബ് കൊണ്ട് ഈമാൻ ഇല്ലാതെ ആവുകയും ചെയ്യുന്ന അവസ്ഥ അള്ളാഹുവിൽ നിന്ന് അകലാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പർ കേട്ടി പ്രസംഗിക്കുകയുണ്ടായി. ഉച്ചത്തിലാണ് പ്രസംഗിച്ചത്. നാവിൽ മാത്രം ഈമാനും കൽബിൽ ഈമാനും ഇല്ലാത്ത ആൾക്കാരെ നിങ്ങൾ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, മുസ്ലിമീങ്ങളെ അവഹേളിക്കരുത്, മുസ്ലിങ്ങളുടെ രഹസ്യങ്ങളെ ചുഴിഞ്ഞ് അന്വേഷിക്കാൻ പാടില്ല. മുസ്ലിമായ ഒരാളുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുന്നവന് അള്ളാഹു അവൻ്റെ രഹസ്യങ്ങളെ അന്വേഷിക്കുകയും
അള്ളാഹു അവൻ്റെ വീടിൻ്റെ അകത്ത് വെച്ച് അവനെ നിസാരമാക്കുകയും അവഹേളിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിനെ അന്വേഷിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല, അവഹേളിക്കാൻ പാടില്ല, വ്യക്തികളെ അവഹേളിക്കാൻ പാടില്ല, പ്രസ്ഥാനങ്ങൾ അവഹേളിക്കാൻ പാടില്ല, പണ്ഡിതന്മാരെ അവഹേളിക്കാൻ പാടില്ല, ഉലമാക്കളെ അവഹേളിക്കാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ മജ്ലിസിനെ നിമിത്തമാകട്ടെ. ദുആ വസിയ്യത്തോടെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.